അങ്ങനെ IQ15 ലോഞ്ചിനായിട്ട് മാരിയറ്റിൽ വന്നേക്കാണ്. യൂട്യൂബിൽ വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 8 വർഷത്തോളമായി. അതിന്റെ ഇടയിൽ നാള് കൂടിയാണ് ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചത്. IQ15 ലോഞ്ചിങ് ഇവന്റ് ആണ്. അതിൽ അതിയായ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റി. യൂട്യൂബ് കാരണമാണ് ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ IQ ഇവന്റിന്റെ ലോഞ്ചിങ് ഇവന്റിന് വന്നിരിക്കുകയാണ്. ചില മണ്ടന്മാരായ ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്ന് അന്വേഷിക്കുന്നവരോട് ലുലു മാരിയറ്റില് IQന്റെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകുകയാണ്. ഞാൻ യൂട്യൂബിൽ വന്നുകൊണ്ട് തന്നെയാണ് ലുലു മാരിയറ്റ് ഹോട്ടലിൽ IQന്റെ സ്മാർട്ട് ഫോണിന്റെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഞാൻ എന്ത് നേടി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതല്ല. IQന്റെ തന്നെ ടോപ്പ് ലൈനപ്പ് IQന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വിശേഷിക്കാൻ പോകുന്ന IQ15 ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. സോറി, IQ സ്മാർട്ട് ഫോണിന്റെ അൺവീലും ഫസ്റ്റ് ഇംപ്രഷനുമാണ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ആണ്. എത്ര പേരാണ് ഇവന്റിൽ വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ് നടത്തുന്നത്. ഈ കാണുന്നതാണ് IQന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ 15. അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആക്കി അകത്തോട്ട് കയറാണ് പാസ് ലഭിച്ചിരിക്കുക. ഇവിടെ IQന്റെ പഴയ മൊബൈലുകൾക്കായിട്ടുള്ള സർവീസ് ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IQ കമ്മ്യൂണിറ്റികളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇവർ ഈ IQ കമ്മ്യൂണിറ്റി പോലെ കൂട്ടായ്മകളും മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്കും സംഘടിപ്പിക്കാവുന്നതാണ്. സൗഹൃദങ്ങൾ പുതിയതായാലും പഴയതായാലും എല്ലാം നല്ലതല്ലേ. ഇങ്ങനെയുള്ള ഇവന്റിലൂടെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. Q15 പറ്റി പരിചയപ്പെടുത്തലും OS 6 പറ്റി. നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഫൺ ടച്ച് OS ആയിരുന്നു. അത് മാറി ഇനി നമുക്ക് ചൈനയിൽ ലഭിക്കുന്ന OS 6 ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പുത്തൻ പുതിയ മാറ്റങ്ങളോടെയാണ് OS 6 വന്നിരിക്കുന്നത്. കാണുന്നതാണ് IQ15 ബോക്സ് പാക്ക്. ബോക്സിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നുമില്ല. ഇതൊരു ബ്ലാക്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ആൾക്കാർ ഇതൊന്നും നോക്കിയല്ല സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നോക്കുന്ന ഞങ്ങളെ പോലുള്ളവർ മാത്രമാണ്. കൂടുതൽ ആൾക്കാരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഷോറൂമിലെ ചേട്ടൻ പറയുന്ന കേട്ടാണ്. ഫോൺ 26-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യണത്. ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ വില എത്രയാന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്ക്. എങ്ങാൻ നിങ്ങൾക്ക് IQ ഫോൺ ലഭിച്ചാലോ. ഇതില് പറഞ്ഞ സ്പെക്ക് ഒക്കെ വെച്ചിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സ്മാർട്ട് ഫോൺ കിടിലമാണ്. ആരൊക്കെ ഈ സ്മാർട്ട് ഫോണിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് കാണിക്കുന്നില്ല. എന്റെ പ്രധാന ലക്ഷ്യം കഴിക്കാത്ത കുറച്ച് ഫുഡുകൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഐസ്ക്രീമോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. IQ ഇവന്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലോട്ടായിരിക്കും. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല.